أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه الفائزين برضا الله. ما بعد، وما توفيقي إلا بالله، عليه توكلت وإليه أنيب، ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയും ദുആ ചെയ്യാൻ പറയുന്നവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ. ദുനിയാവും ആഖിറവും വിജയിക്കുന്നവരിൽ അല്ലാഹു അവരെയും നമ്മയും ഒക്കെപ്പെടുത്തട്ടെ. ഈമാൻ സലാമത്തായി ജീവിച്ച് ഈമാൻ സലാമത്തായി മരണപ്പെടുന്നവരിൽ, യഥാർത്ഥ മുഅ്മിനീങ്ങളായി പരലോകത്ത് സംബന്ധിക്കുന്നവരിൽ അല്ലാഹു നമ്മയും നമ്മുടെ അഹ്ലുകാരെയും ദുആ ചെയ്യാൻ പറയുന്നവരെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നൊരു ഹദീസ്, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന അശദ്ദ മാ തഖവ്വഫു അലൈക്കും ഖസ്ലത്തൈനി. ഉമ്മത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, കൂടുതലായി ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇത്തിബാഉൽ ഹവാ വ തൂലുൽ അമൽ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത്തിബാഉൽ ഹവാ, ദേഹേച്ഛകളെ പിൻപറ്റുക എന്നുള്ളതാണ്. വ തൂലുൽ അമൽ, ദുനിയാവിൽ ജീവിക്കുന്ന സന്ദർഭങ്ങളിൽ ദുനിയാവിന്റെ വിഷയത്തിൽ ദുരാഗ്രഹങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുക. ഈ രണ്ട് സ്വഭാവങ്ങളെയും മോശപ്പെട്ട സ്വഭാവങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയും ഈ ഉമ്മത്തിൽപ്പെട്ട ഓരോ ആളുകളിലും ഇത്തരം ദുഷിച്ച സ്വഭാവങ്ങളിൽ കയറിക്കൂടുന്നത് ഭയത്തോടുകൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയും ചെയ്തത്. എന്നിട്ട് രണ്ട് കാര്യവും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുകയാണ്. ഫഅമ്മാ ഇത്തിബാഉൽ ഹവാ, ദേഹേച്ഛകളെ പിൻപറ്റുക എന്ന് പറയുന്നത്, ഫഇന്നഹു യഅദിലു അനിൽ ഹഖ്, അത് അല്ലാഹു തആലയിൽ നിന്നും ആ വ്യക്തിയെ മാറ്റിക്കളയും എന്നുള്ളതാണ്. അല്ലെങ്കിൽ പരമാർത്ഥമാകുന്ന ദീനിൽ നിന്ന്, പരമാർത്ഥമാകുന്ന തൗഹീദിൽ നിന്ന്, പരമാർത്ഥമാകുന്ന ഇസ്ലാമിക നിയമങ്ങളിൽ നിന്ന് അവനെ മാറ്റിക്കളയും. അതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന അപകടം. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുവാനോ ദീനിയായ ജീവിതം കാഴ്ചവെക്കുവാനോ കഴിയാത്ത നിലക്ക് ദേഹേച്ഛകളിൽ കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം മനുഷ്യന് അപകടമാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. മരണം കേടുവരും, മരണം ചീത്തയാകും, മരണാനന്തര ലോകത്ത് അതിലേറെ. നീ എന്താഗ്രഹിച്ചുവോ, ആരെ വിട്ട് ജീവിച്ചുവോ അവരിലേക്ക് പോകുക, അവരിലേക്ക് നീങ്ങുക എന്നൊക്കെ പറയപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ഭീകരമായ അവസ്ഥകൾ തരണം ചെയ്യുകയും വേണ്ടിവരുമെന്ന് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ദേഹേച്ഛകൾ, സ്കാരം പോലും നിർവഹിക്കാൻ നേരത്തിന് കഴിയാതെ മനുഷ്യന്മാര് പ്രയാസപ്പെട്ടു പോകുന്ന ചുറ്റുപാട് ദേഹേച്ഛകളെ പിൻപറ്റുന്നത് കൊണ്ടുള്ള വിഷയങ്ങളാണ്. സാമ്പത്തികമായിരിക്കുന്ന മേഖലകളിൽ അതാത് സമയത്തുള്ള ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാൻ കഴിയാതെ
ദേഹേച്ഛകളിൽ മനുഷ്യന്മാർ കുടുങ്ങിപ്പോകുന്ന സാഹചര്യങ്ങൾ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കൊടുത്ത ദീവാനിൽ പറയുകയാണ്, ഇദാ ഹാറ അംറുക ഫീ മഅനയൈനി വലം തദ്രി ഹൈസുൽ ഖതാ വസ്സവാബു ഫഖാലിഫു ഹവാക ഫഇന്നൽ ഹവാ യഖൂദുൻ നുഫൂസ ഇലാ മാ യുആബു. എത്ര മനോഹരമായ വരികൾ, ഗാംഭീര്യമുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ട വലിയ കനപ്പെട്ട രണ്ട് വരികൾ. ഇദാ ഹാറ അംറുക ഫീ മഅനയൈനി, രണ്ട് പ്രശ്നങ്ങളിൽ നീ പരിഭ്രമിച്ചു കഴിഞ്ഞാൽ, ഏതാണ് ഹലാൽ ഏതാണ് ഹറാം എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പരിഭ്രമം വന്നു കഴിഞ്ഞാൽ, അതിലെ പോകാവോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വന്നാൽ, അത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് തിരിച്ചറിയാതെ വന്നാൽ, വലം തദ്രി ഫീമൽ ഖതാ വസ്സവാബു, അല്ലെങ്കിൽ വലം തദ്രി ഹൈസുൽ ഖതാ വസ്സവാബു, ശരി ഏതാണ് തെറ്റേതാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യം, രണ്ട് പ്രശ്നങ്ങളിൽ നീ പരിഭ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ, ശരി ഏതാണ് തെറ്റേതാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ കുടുങ്ങിപ്പോകുമ്പോൾ, ഫഖാലിഫു ഹവാക ഫഇന്നൽ ഹവാ യഖൂദുൻ നുഫൂസ ഇലാ മാ യുആബു. ഫഖാലിഫു ഹവാക, നിന്റെ ദേഹേച്ഛകളെ ആ സമയത്ത് നീ അനുസരിക്കാതിരിക്കുക. ഹലാലും ഹറാമും ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പരിഭ്രമിക്കുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ, അവിടെ നിന്റെ ശരീരം നിന്നോട് പറയുന്നൊരു വിഷയമുണ്ടാവും. അത് ഉൾക്കൊണ്ടോ, അത് കഴിച്ചോ, അത് കുടിച്ചോ, അത് തിന്നോ എന്നൊക്കെ പറയുന്നൊരു സാഹചര്യം. അത് ശരിയാകണമെന്നില്ല. അത് മനുഷ്യന്റെ മനസ്സുകൾ അവനോട് തേടുന്ന വിഷയങ്ങളാണ്. അവന്റെ ദുരാഗ്രഹങ്ങളുടെ മേൽ മേധാവിത്വം പുലർത്താൻ കഴിയാതെ മനുഷ്യനെ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന ചില ചിന്തകളാണ്. അത് വർജിക്കണം, അത് ഒഴിവാക്കണം, അത് അനുസരിക്കരുതേ. ഫൈനൽ ഹവാ, ദേഹേച്ഛകൾ എന്ന് പറയുന്നത് യഖൂദുൻ നുഫൂസ ഇലാ മാ യുഅബു, ആളുകളെ അപകീർത്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അപമാനത്തിലാക്കുന്ന വിഷയത്തിലേക്ക് ദേഹേച്ഛകൾ കൊണ്ടുപോകുന്നു. അതുകൊണ്ട് അതിന് അനുസരിക്കരുത്. ശരിയേതാണ് തെറ്റേതാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പരിഭ്രമിച്ചു നിൽക്കുന്ന സന്ദർഭങ്ങളിൽ നിന്റെ ദേഹേച്ഛകൾ അനുസരിക്കാതെ അതിനെ മാറ്റി നിർത്തുന്ന സ്വഭാവങ്ങൾ വേണമെന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഒരു മനുഷ്യന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ആത്മീയ പുരോഗതിയിലേക്ക് വെളിച്ചം വീശുന്ന രണ്ട് വരികളാണ്. നമ്മെ ഒക്കെ യഥാർത്ഥത്തിൽ എല്ലാവരും പലപ്പോഴും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഹവയാണ്, ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളാണ്. സമൂഹത്തെ മൊത്തം ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന അപകടകരമായിരിക്കുന്ന സ്വഭാവങ്ങളായി നമ്മളത് പലപ്പോഴും കാണുകയാണ്. അതുകൊണ്ടാണ് ദീനീബോധം മാറിയിട്ട് മറ്റെന്തൊക്കെയോ ചില ഭൗതിക താല്പര്യങ്ങളിൽ മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്ന തലമുറകൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ദീനിനോട് അല്ല അവർക്ക് പ്രതിപത്തി. മുതിർന്നവരും കാരണവന്മാരും ഒക്കെ പറയുന്ന പഴയ പാരമ്പര്യങ്ങളോടും സുഹൃത്തുക്കളോടും നന്മകളോടും അല്ല അവർക്ക് താല്പര്യമുള്ളത്. അതൊക്കെ അവർക്കൊരു ഒച്ചപ്പാടുകളായി പലപ്പോഴും അവരെ ശല്യപ്പെടുത്തുകയാണോ, അവരെ സ്വാതന്ത്ര്യം തടയപ്പെടുകയാണോ എന്ന് തോന്നിപ്പോകുന്ന ചുറ്റുപാടുകൾ. അങ്ങനെയാണ് എന്ത് നിർദ്ദേശിച്ചാലും മക്കൾ വരെ മാതാപിതാക്കളോട് പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ ഫ്രീഡം കളയുകയാണ് എന്നാണ്. മക്കൾക്ക് പറയാനുള്ളത് ഇന്നാണ്. ഫ്രീഡം എന്ന് കേൾക്കുമ്പോഴേക്കും അക്ഷരജ്ഞാനമില്ലാത്ത പാവപ്പെട്ട മാതാപിതാക്കൾ പകച്ചു പോകാൻ എന്താണ് ഫ്രീഡം? അലിഫും ബാവും കൂട്ടി എഴുതാൻ കഴിയാത്ത പാവപ്പെട്ടതായ പാടത്തും പറമ്പിലും ജോലിയെടുത്ത് ഉള്ള വെള്ളം കഞ്ഞി കുള്ളം കുടിച്ച് പശിയടക്കുന്ന പാവപ്പെട്ട മാതാപിതാക്കൾ പ്രയാസപ്പെട്ട് വളർത്തിണ്ടാക്കി മക്കൾ അവരുടെ മുമ്പിൽ വർത്തമാന കാലത്ത് പറയുന്ന ന്യൂ ജനറേഷൻ പറയുന്ന വാക്കിന്റെ മുമ്പിൽ പകച്ചു പോവുകയാണ്. ഞങ്ങൾക്ക് ഫ്രീഡം ഇല്ല. ഒരു പണ്ഡിതനാകുന്ന പിതാവിനെതിരെ +1 വിദ്യാർത്ഥിനി കേസ് കൊടുത്തു. ആ കേസ് വാദിച്ചുകൊണ്ടിരിക്കണം പാവപ്പെട്ട പണ്ഡിതൻ എന്ന്. ആളെ ഞാൻ പറയുന്നില്ല. എൻ്റെ ഫ്രീഡം കളഞ്ഞു എൻ്റെ പിതാവ് എന്നാണ് ഫയൽ ചെയ്തത്. അങ്ങനെയാണ്
സമൂഹത്തിന്റെ മൊത്തം ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സമൂഹം നാശത്തിലേക്ക് പതിയെ നീങ്ങുകയാണ്. ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വസ്രിഫ് ഹവാഹ വഹാദിർ അൻ തുവല്ലിയഹു ഇന്നൽ ഹവാ മാ തവല്ല യുസ്മി ഔ യസ്മി. വസ്രിഫ് ഹവാഹ വഹാദിർ അൻ തുവല്ലിയഹു. മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വസ്രിഫ് ഹവാഹ, നിന്റെ ദേഹേച്ഛകളെ നീ ആട്ടിയോടിക്കണം, വിരട്ടിയോടിക്കണമെന്ന്. വഹാദിർ അൻ തുവല്ലിയഹു, അതിനെ നിന്റെ ഗവർണറാക്കുന്നത് നീ സൂക്ഷിക്കണമെന്ന്. വഹാദിർ, നീ സൂക്ഷിക്കണം. അൻ തുവല്ലിയഹു, ദേഹേച്ഛകളെ നിന്റെ ഗവർണറാക്കുന്നതിനെ തൊട്ട് നീ സൂക്ഷിക്കണം. നിന്റെ കൈകാര്യങ്ങൾ, നിന്റെ അധികാരങ്ങൾ, നിന്റെ നിയന്ത്രണങ്ങൾ, നിന്റെ ചിന്തകൾ, നിന്റെ സംസാരങ്ങൾ, നിന്റെ മനനങ്ങൾ, നിന്റെ ആലോചനകൾ എല്ലാം നിന്റെ തടീച്ചകളുടെ മേൽ, തടീച്ചകളുടെ നിയന്ത്രണത്തിലാകുന്നത് നീ സൂക്ഷിക്കണമെന്ന് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു പറയുകയാണ്. വഹാദിർ അൻ തുവല്ലിയഹു, ദേഹേച്ഛ നിന്റെ ഗവർണറായി വരുന്നതിനെ തൊട്ട് നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെയും ദീനിനെയും വിട്ട് ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന, സേവനം ചെയ്യുന്ന ഒരു സാഹചര്യം ഇല്ലാതെ പോകുമോ എന്ന് ഭയപ്പെടണം എന്ന്. ഇന്നൽ ഹവാ മാ തവല്ലാ യുസ്മി ഔ യസ്മി. ബുസൂരി റളിയല്ലാഹു അൻഹു തുടർന്നുകൊണ്ട് പറയുന്നൽ ഹവാ മാ തവല്ലാ, നീ ഗവർണറാക്കുന്ന നിന്റെ തടീച്ചയുണ്ടല്ലോ, യുസ്മി, ഒന്നിരിക്കൽ നിന്നെ കൊന്നുകളയും, ഔ യസ്മി, അല്ലെങ്കിൽ നിന്നെ മാനം കെടുത്തി കളയുന്നതാണ്. ഭയങ്കര അർത്ഥവത്തായ പ്രയോഗം. യുസ്മി, അത് നിന്നെ കൊന്നുകളയും. നിന്റെ നിയന്ത്രണം നീ നിന്റെ തടിക്ക് വിട്ടുകൊടുക്കുക. നിന്റെ ചിന്തകൾ, നിന്റെ പ്രവർത്തനം നീ നിന്റെ തടിക്ക് വിട്ടുകൊടുക്കുക. അല്ലാഹുവില്ല, ദീനില്ല, റസൂലില്ല, ഒന്നുമില്ല. അങ്ങനെ പോയാൽ നിന്റെ ഗവർണർ ഒന്നിരിക്കൽ യുസ്മി, നിന്നെ കൊല്ലും, ഔ യസ്മി, അല്ലെങ്കിൽ നിന്നെ മാനം കെടുത്തി കളയുമാണ്. നിസ്കരിക്കാൻ സമയമാകുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ളുഹർ നിസ്കാരം ഒഴിവാക്കി, അസറിന്റെ ബാങ്ക് കൊടുത്തിട്ടും ളുഹർ നിസ്കരിക്കുന്നില്ല, മഗ്രിബിന്റെ ബാങ്ക് കൊടുത്തിട്ടും ളുഹർ നിസ്കരിച്ചില്ലെങ്കിൽ, ളുഹർ മഗ്രിബിന്റെ ബാങ്ക് കൊടുക്കുന്നവരെ പിന്തിച്ച് ജമാക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം നിസ്കരിക്കാൻ സമയമുണ്ട്. മടിയനായി ഒരാള് ളുഹർ അസർ ബാങ്ക് കൊടുക്കണവരെ നിസ്കരിച്ചില്ല, മഗ്രിബ് ബാങ്ക് കൊടുക്കണവരെ നിസ്കരിച്ചില്ല, ദേഹേച്ഛകളനുസരിച്ച് പോയി നിസ്കരിച്ചില്ല. ഇസ്ലാമിക ഭരണാധികാരികൾ അവരോട് പശ്ചാത്തപിച്ച് മടങ്ങാൻ വേണ്ടി ആവശ്യപ്പെടും. ഇനി അങ്ങനെ ഉണ്ടാവില്ല, നേരത്തെ നിസ്കരിക്കാനും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാനും പറ്റുന്ന ഒരു മനസ്സിനെ, ഒരു ശൈലിയെ സൃഷ്ടിച്ചെടുക്കുക എന്ന് നിർദ്ദേശിച്ചിട്ടും പിന്നെയും തടീച്ച അനുസരിച്ചുകൊണ്ട് വീണ്ടും നിസ്കാരം ആ സമയത്ത് നിർവഹിക്കാൻ കഴിയാതെ പോയാലോ പിന്നെ അവന്റെ പെരടി വിട്ടു. ദേഹേച്ഛ അവനെ കൊന്നുകളഞ്ഞു, കൊല്ലുകയാണ്. അകാരണമായൊരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊന്നാൽ തിരിച്ചു കൊല്ലും. ശരീരത്തിന്റെ ഇച്ഛകൾക്കനുസരിച്ചുകൊണ്ട് കൊലപാതകത്തെ തെരഞ്ഞെടുത്തു. തിരിച്ചും വധത്തെ നേരിടേണ്ടി വരും, കൊലപാതകത്തെ നേരിടേണ്ടി വരും. ആ ദേഹേച്ഛകൾ ഗവർണറായി വന്നപ്പോൾ അവനെ കൊന്നുകളഞ്ഞു. അതുപോലെ മോഷണം ചെയ്തു. ഇസ്ലാമിക ഭരണം അനുസരിച്ചാവുമ്പോൾ കൈ വെട്ടും. കൈ മുറിക്കപ്പെട്ട ഒരു മനുഷ്യൻ അപമാനം, കാല് മുറിക്കപ്പെട്ട ഒരു മനുഷ്യൻ അപമാനം. കള്ളു കുടിച്ചു 40 അടി അടിക്കും. ഇസ്ലാമിക ഭരണാധികാരിയാകുമ്പോൾ 40 അടി, ആളുകൾ കടയിൽ വെച്ച് 40 അടി, അപമാനം. ദേഹേച്ഛകൾ മനുഷ്യനെ കൊല്ലും, അല്ലെങ്കിൽ അപകീർത്തിയിലേക്ക്, അപമാനത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയത്തോടുകൂടെ കണ്ട അത്തരം സ്വഭാവങ്ങൾ. അല്ലാഹു തആലയിൽ നിന്നും മനുഷ്യനെ മാറ്റി നിർത്തുന്ന ദുഷിച്ച സ്വഭാവങ്ങളായി അതിനെ പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ ഉമ്മത്തിൽ വലിയ ഭയത്തോടുകൂടെ കണ്ട വിഷയങ്ങളാണ് അതൊക്കെ. അതിൽ കുതറി മാറാൻ പ്രത്യേകിച്ചും ചില പ്രയാസങ്ങളൊക്കെ സമകാലിക സാഹചര്യങ്ങളിലൊക്കെ ഉണ്ടാവും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നല്ല കാര്യങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത് പറഞ്ഞ വിഷയം അമ്മാ തൂലുൽ അമൽ വൽ ഹുബ്ബു ലിദ്ദുനിയ. ദുരാഗ്രഹങ്ങൾ നീണ്ടുപോകുന്നത് റസൂലുള്ള പേടിച്ച കാര്യമാണ്. എന്താണ് അപകടം?
പരലോകത്തെയും അള്ളാഹുവിനെയും ദീനിനെയും ഒക്കെ മറന്നിട്ട് ദുനിയാവിനെ കടിച്ചു തൂങ്ങുന്ന സാഹചര്യം വരും. ദുനിയാവിനെ മാത്രം സ്നേഹിക്കുന്ന ചുറ്റുപാടുകൾ, അത് അപകടമാണ്. അതാണ് തൂലുൽ അമൽ കൊണ്ടുണ്ടാകുന്ന അപകടം. ദുനിയാവ് വേണ്ട എന്നല്ല, അള്ളാഹുവിനെയും ദീനിനെയും ബാധ്യതകളെയൊക്കെ മറന്നു പോകുന്ന ചില സ്നേഹം ദുനിയാവിനോട് മനുഷ്യന്റെ കൽബിലേക്ക് കയറിക്കൂടുമെന്നുള്ളതാണ്. അള്ളാഹു ദുനിയാവിന് അവൻ ഇഷ്ടപ്പെടുന്നവർക്കും അവൻ ദേഷ്യം വെക്കുന്നവർക്കും കൊടുക്കും. ഒരു മനുഷ്യൻ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈമാനും അവന് കൊടുക്കുന്നതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദുനിയാവ് അള്ളാഹു തആല എല്ലാവർക്കും കൊടുക്കും. അള്ളാഹുവിനെ അംഗീകരിക്കുന്നവർക്കും അംഗീകരിക്കാത്തവർക്കും വിശ്വാസികൾക്കും അല്ലാത്തവർക്കും ഒക്കെ കൊടുത്തു. പക്ഷേ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഈമാനും കൊടുക്കുമെന്ന് മുഅ്മിനീങ്ങളായി ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവും. ഈമാനിനനുസരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളെ സജ്ജീകരിക്കാൻ അവർക്ക് കഴിയുമെന്നുള്ളതാണ്. അത് അള്ളാഹു തആല ഇഷ്ടപ്പെട്ട വഴിയിലൂടെ ദുനിയാവ് തന്നതിൻ്റെ അടയാളമാണ്. ദേഷ്യം വെച്ചുകൊണ്ട് അള്ളാഹു തആല ദുനിയാവ് തന്നതിൻ്റെ അടയാളങ്ങളല്ല. അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കും അവൻ ദേഷ്യം വെക്കുന്നവർക്കും ദുനിയാവിനെ കൊടുക്കും. ഒരു മനുഷ്യൻ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈമാൻ അള്ളാഹു തആല അയാൾക്ക് കൊടുക്കുന്നതാണ്. തുടർന്നുകൊണ്ട് റസൂലുള്ളാഹി പറയുകയാണ്, അലാ ഇന്നൽ ദീനി അബ്നാഅ വലിദ്ദുനിയ അബ്നാഅ, ദീനിനും മക്കളുണ്ട് ദുനിയാവിനും മക്കളുണ്ട്. വകൂനൂ മിൻ അബ്നാഇദ്ദീൻ, നിങ്ങൾ ദീനിന്റെ മക്കളാകണം. ദീനിനെ പ്രവർത്തിക്കുന്നവരും ദീനിനെ സഹായിക്കുന്നവരും ദീനിനോട് സഹകരിക്കുന്നവരും ദീനിനോട് ബഹുമാനമുള്ളവരും ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നവരുമാകണം. നിങ്ങൾ ദീനിന്റെ മക്കളാകണേ എന്ന്. ദുനിയാവിനും മക്കളുണ്ട് ദീനിനും മക്കളുണ്ട്, നിങ്ങൾ ദീനിന്റെ മക്കളാകണേ. വലാ തകൂനൂ മിൻ അബ്നാഇദ് ദുനിയ, നിങ്ങൾ ദുനിയാവിന്റെ മക്കളാകരുതേ. ദീനിനോട് ബന്ധമില്ലാതെ ദീനീ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാതെ ദീനിനോട് ബഹുമാനമില്ലാതെ സ്നേഹമില്ലാതെ വെറും ദുനിയാവിന്റെ മക്കളായി മാറാൻ പാടില്ല. അലാ ഇന്ന ദുനിയ ഖദ് ഇർതഹലത് മുവല്ലിയ, ദുനിയാവ് പിന്തിരിഞ്ഞു പോകും കേട്ടോ. നിങ്ങൾ ദുനിയാവിന്റെ മക്കളാകരുത്, വെറും ദുനിയാവിന്റെ മക്കളായി ജീവിക്കരുത്. കാരണം ദുനിയാവിന്റെ അല്ലെങ്കിൽ നാളെ നഷ്ടപ്പെട്ടു പോകും, നശിച്ചു പോകും, അതോടെ നിലനിർത്താൻ കഴിയുകയില്ല. വല്ലാഖിറത്തു ഖദ് ഇർതഹലത് മുഖബില, പരലോകമാണ് വരാനുള്ളത്. ദുനിയാവ് പുറകോട്ട് പോകും, മുന്നിലേക്ക് വരുന്നത് ദുനിയ പാരത്രിക ലോകമാകും. അവിടെ വിജയിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ദീനിന്റെ ആളുകളായി മാറണമെന്ന് റസൂലുള്ളാഹി പറയുകയാണ്. അലാ ഇന്നകും ഫീ യൗമി അമലിൻ ലൈസ ഫീഹി ഹിസാബ്, ഇന്നിപ്പോ വിചാരണയൊന്നുമില്ലാത്ത പ്രവർത്തികൾ ചെയ്യേണ്ട ഒരു കാലത്തങ്ങൾ ജീവിക്കുന്നുണ്ട് റസൂലുള്ളാഹി പറയാം. ഇന്ന് വിചാരണ നേരിടേണ്ടി വരികയില്ല. വിചാരണയില്ലാതെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ലോകത്തങ്ങൾ ജീവിച്ചിരിക്കുന്നത്. അലാ വഇന്നകും തൂശികൂന ഫീ യൗമി ഹിസാബിൻ വലൈസ ഫീഹി അമൽ, എന്നാൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയാതെ വിചാരണകൾ നേരിടുന്ന ഒരു ദിവസം നിങ്ങളുടെ മുമ്പിൽ വരാനുണ്ട്. ഇന്ന് വിചാരണയില്ലാത്ത പ്രവർത്തനങ്ങൾ മാത്രമാണ്, എന്നാൽ ഒരു ദിവസം വരാനുണ്ട്, ഒരു സമയം വരാനുണ്ട്, അന്ന് പ്രവർത്തനങ്ങൾക്ക് സാധ്യമല്ല, അന്ന് വിചാരണ നേരിടേണ്ട സമയമാകുന്നു. ആ ദിവസം വിചാരണ നേരിടുമ്പോൾ അത് ലളിതമായി തീരുവാനും അത് സന്തോഷത്തിലായി തീരുവാനും പ്രയാസമില്ലാതെ ഇടിമിന്ന് വേഗത്തിൽ സിറാത്ത് പാലം മറികടന്ന് സുഖലോക സ്വർഗത്തിലെത്തുവാനും ഇന്ന് നിങ്ങൾ ദീനിന്റെ ആളുകളായി മാറണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ദീനിനോടുള്ള ബഹുമാനം നമ്മുടെ കൽബുകളിലൊക്കെ നിലനിർത്തുന്നതോടൊപ്പം നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനൊക്കെ അതിനുള്ള സ്നേഹ ബഹുമാനമൊക്കെ ഈ സാഹചര്യങ്ങൾ കൂടുതൽ ഉണ്ടായിത്തീരുവാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖൈറിന്റെയും ഒക്കെ ആളുകളിൽ അള്ളാഹു നമ്മെ നമ്മുടെ അഹലുകാരെയൊക്കെ പെടുത്തട്ടെ. നല്ല കാര്യങ്ങൾക്കുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. ഈമാനും ആഖിറവും സലാമത്താകുന്നവരിൽ അള്ളാഹു നമ്മയൊക്കെ പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മരിച്ച മാതാപിതാക്കൾക്ക് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മുടെ മഹലിലെ സഹോദരൻ ക്യാൻറ്റീനിലേക്ക് ഒരു 10,000 രൂപ സംഭാവന നൽകിയിരിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ സംഭാവന സ്വീകരിക്കട്ടെ. മിസ്ല സവാബ് മാതാപിതാക്കളുടെ ഖബറുകളിലേക്ക് അള്ളാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. എല്ലാ നിലക്കുള്ള സുഖവും സമാധാനവും ആലമുൽ ബർസഖിൽ ആ സംഭാവന വഴി അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞ കാർപ്പറ്റിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ സംഭാവന തന്നിട്ടുണ്ട്, തരാമെന്ന് പറയുകയും അൽഹംദുലില്ലാഹ് ആ വിഷയം ഏറെക്കുറെ നമുക്ക് പൂർണ്ണമായിരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവെ സഹായിച്ചവർക്കും നൽകാമെന്ന് പറഞ്ഞവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്.
നാളെയുടെ ലോകത്ത് വിജയിക്കാൻ സന്തോഷിക്കാനുള്ള സുഹൃത്തുക്കളിൽ അതൊക്കെ നീ രേഖപ്പെടുത്തണേ അല്ലാ. എന്താണോ അവരുടെ മുറാദുകളെങ്കിൽ അതൊക്കെ ഹാസിലായി കൊടുക്കണേ റബ്ബേ. മരിച്ചുപോയവരുടെ ഖബറുകളിലേക്ക് അതിൻ്റെ വെളിച്ചം എത്തിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാ നിലക്കുള്ള സന്തോഷവും റാഹത്തും അവർക്കും ഞങ്ങൾക്കൊക്കെ നൽകണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ മക്കളുടെ മതപരവും ആത്മീയവും വിദ്യാഭ്യാസപരമായ ഉയർച്ചകളിലൊക്കെ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ഈ ആഴ്ച കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ഭക്ഷണം കൊടുത്ത ആളുകളുണ്ട്. എല്ലാവരുടെയും സദഖകളും നന്മകളും അല്ലാഹു തആല കബൂൽ ചെയ്ത് മക്കളിലൂടെയൊക്കെ അവർക്ക് സന്തോഷകരമായ കൺകുളിർമ നൽകി അനുഗ്രഹിക്കട്ടെ. സമൂഹത്തിനും ദീനിനും നാട്ടുകാർക്കും കുടുംബത്തിനൊക്കെ പ്രയോജനമുള്ള മക്കളായി വളരാൻ അവരുടെയും നമ്മുടെയൊക്കെ മക്കൾക്ക് അല്ലാഹു തആല ഭാഗ്യം നൽകട്ടെ. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ സഹായിച്ച് സഹകരിച്ച് ദുആ ചെയ്യാൻ പറയുന്നവരുടെ മക്കൾ അവർക്കൊക്കെ അല്ലാഹു തആല ഖൈറും ബറക്കത്തും ഇസ്സത്തും സലാമത്തൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم انزله المقعد المقرب عندك يوم القيامة يا رب العالمين. റഹ്മാനായ റഹീമായ റബ്ബേ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നീ തന്ന നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുന്ന നല്ല ഖൽബ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. ശുക്റിന്റെ വിഷയത്തിൽ ഞങ്ങളിൽ സംഭവിച്ച ന്യൂനതകളും പോരായ്മകളും ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹുവേ, ക്ഷമിക്കുന്ന ശരീരവും ദിക്റ് ചൊല്ലുന്ന നാവും ഈമാനിനും ഇൽമിനും സഹായകമാകുന്ന സാഹചര്യങ്ങളും ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെയും ദുആ ചെയ്യാൻ പറയുന്നവരുടെയും കുടുംബങ്ങളുടെയും ഖൈറായ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളിലും കുടുംബങ്ങളിലും ഇവിടെ ഇരിക്കുന്നവരിലും ഇവരോട് ബന്ധപ്പെട്ടവരിലും രോഗികളുണ്ട്, ശിഫ നൽകണേ അല്ലാഹ്. ശിഫയുണ്ടെങ്കിൽ ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്. മരണം ഹൈറാണെങ്കിൽ ഈമാനോട് മരിക്കാൻ അവർക്ക് ഞങ്ങൾക്കും അവസരം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയ ഫാത്തിഹ സൂറത്ത് ഇഖ്ലാസ് മഅവദത്തൈൻ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടിയവർക്ക് ചായക്കും കടിക്കും സാമ്പത്തിക സഹായം നൽകുന്ന വ്യക്തിയുടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുക്കൾ എല്ലാവർക്കും അതുവഴി ഖൈർ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ആയുസ്സ് കൊടുക്കണേ അല്ലാഹ്. മരണപ്പെട്ട സഹോദരിക്ക് ഇതിൻ്റെ മിഥില സവാബിന് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഖബറിൽ പ്രകാശം നൽകണേ അല്ലാഹ്. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, സംഭാവന നൽകുന്നതിലൂടെ മക്കളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പുരോഗതി ഉദ്ദേശിക്കുന്നു എല്ലാ പുരോഗതിയിലേക്കും അവരെത്തിക്കണേ അല്ലാഹ്. ഖൈറും ബർക്കത്തും എല്ലാ മഈശത്തിന്റെ മേഖലകളിൽ നൽകണേ റഹ്മാനേ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തീർത്ത് സമാധാനവും സന്തോഷവും ആ കുടുംബത്തിൽ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ മിഥില സവാബ് ഈ പള്ളിക്ക് ചുറ്റും മന്ദി വിശ്രമം കൊള്ളുന്ന ഖബറാളികൾക്ക് എത്തിക്കണേ അല്ലാഹ്. അവർക്ക് മഗ്ഫിറത്ത് റഹ്മത്ത് നൽകണേ അല്ലാഹ്. ജന്നാത്തുൽ ഫിർദൗസിൽ അവർക്കും ഞങ്ങൾക്കും ഒരുമിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മഹല്ലിലും കുടുംബങ്ങളിലും ഒരുപാട് ഉമ്മമാര്, ഉപ്പമാര്, വല്യമ്മമാര്, വല്യപ്പന്മാരൊക്കെ സുഖമില്ലാതെ രോഗികളായി കിടപ്പിലുണ്ട്. അർഹമുർ റഹീമേ, ഒരാളും മടങ്ങാറാക്കാത്ത നിലക്ക് പരലോകം പുൽകാൻ അവർക്കൊക്കെ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ശിഫയുണ്ടെങ്കിൽ സിഹത്തും ആഫിയത്തും ആയുസ്സും നിന്റെ പൊരുത്തത്തിൽ നൽകണേ റബ്ബേ. മരണം ഹൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് തെളിഞ്ഞ കൽബോട് ഉച്ചരിക്കാൻ അവർക്കും ഞങ്ങൾക്കും ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അല്ലാഹുവേ, നിന്റെ മഹൽ കൊണ്ട് മക്കളെ
സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. മുതഅല്ലിമീങ്ങളിലും അവരുടെ കുടുംബങ്ങളിലും ഒക്കെ രോഗികളുണ്ട്, ശിഫയും സലാമത്തും നൽകണേ അല്ലാഹ്. പകർച്ചവ്യാധികളിൽ നിന്ന് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. മാറാവ്യാധികളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ മഹല്ലായ പുതൽ കൊണ്ട് പെട്ടെന്നുള്ള മരണങ്ങൾ, മാറാവ്യാധികൾ, അപകട മരണങ്ങളെ തൊട്ടൊക്കെ നീ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പള്ളിയുടെ മുകളിലേക്ക് കാർപ്പറ്റുമായി ബന്ധപ്പെട്ട് സഹകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ സ്വകാര്യമായി ഏറ്റെടുത്ത ആളുകൾ അർശിന്റെ തണലല്ലാതെ മറ്റൊന്നുമില്ലല്ലോ, നൽകണേ അല്ലാഹ്. അതുപോലെ സിക്ക് 1,000 രൂപ സംഭാവന തന്നുകൊണ്ട് വിദേശത്തേക്ക് പോയ സഹോദരനുണ്ട്, കബൂൽ ചെയ്യണേ അല്ലാഹ്. സ്വീകരിക്കണേ റബ്ബേ. ജോലിയിലൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പ്രയാസങ്ങളൊക്കെ ലഘുവാക്കി കൊടുക്കണേ അല്ലാഹ്. വരുമാനത്തിലും ജോലിയിലുമൊക്കെ നീ ശമ്പളത്തിലും ബറക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, സിറായ സദഖകൾ ഏറ്റെടുത്ത ആളുകളാണ്. ദീനുമായി മഹല്ലുമായി സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അർശിന്റെ തണലല്ലാതെ മറ്റൊന്നുമില്ലല്ലോ. അത്തരം ആളുകളിൽ അവരെ നീ രേഖപ്പെടുത്തണേ അല്ലാഹ്. രേഖപ്പെടുത്തി നീ അത് കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. അവിടെ നീ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യത്തിന്റെ അഹ്ലുകാരിൽ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, മുത്തുനബിയിലേക്ക് വാസിലാകുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. മുത്തുനബിയിലേക്ക് വാസിലാകുന്ന അല്ലാഹുവേ, നിന്നിലേക്കും വാസിലാകുന്ന നല്ലവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഹജ്ജിന് പോയ ആളുകളുടെ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തവരെ സ്വീകരിക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് സലാമത്ത് നൽകണേ അല്ലാഹ്. ലക്ഷ്യത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അമലുകൾ ചെയ്ത് സന്തോഷത്തിൽ നാട്ടിലേക്ക് തിരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. പോയവരുണ്ട്, പോകാനിരിക്കുന്ന ആളുകളുണ്ട്, എല്ലാവർക്കും നീ സന്തോഷകരമായ യാത്ര നൽകണേ അല്ലാഹ്. എല്ലാ നിയമപരമായ പ്രശ്നങ്ങളും തീർത്തുകൊണ്ട് അവിടെ എത്തിപ്പെടാനും അമലുകളിൽ വ്യാപൃതരാകാനും അവർക്കൊക്കെ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. അവർ പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങളെ, ലോക മുസ്ലിങ്ങളെ, മഹല്ലുകാരെ ഓരോരുത്തരുടെയും അവരുടെ ആവശ്യങ്ങളുടെയും ഒക്കെ ചിന്തകൾ കൽബുകളിലേക്ക് നീ എത്തിച്ചു കൊടുത്ത് ഞങ്ങൾക്കും ദുആ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.